എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം ഞങ്ങളിതേ പുറപ്പെടുന്നു വട്ടവടയിലേക്ക്. കുറേ നാളായി വിചാരിക്കുന്നു പോകണമെന്ന്. മൂന്നാറൊക്കെ ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് റീൽസിലുമൊക്കെ കണ്ട് വട്ടവട ഒന്ന് കാണണമെന്നൊരാഗ്രഹമായിരുന്നു. വട്ടവടയിലേക്ക് പോവുകയാണെങ്കിൽ വൺ ഡേ ട്രിപ്പ് പോണേലും നല്ലത് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുക വേണം കേട്ടോ. രാത്രി 14 ഡിഗ്രിയൊക്കെ ആയിരുന്നു ഞങ്ങൾ താമസിച്ചെന്ന്. എന്തായാലും ഈ യാത്ര ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു. ഞങ്ങൾ കണ്ട കുറച്ച് കാഴ്ചകളും ഞങ്ങൾ താമസിച്ച റിസോർട്ടും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പുറത്ത് നല്ല മലനിരകളും തണുപ്പും കാറ്റും നല്ല രസമായിരുന്നു. പിന്നീട് റിസോർട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് തോട്ടങ്ങളെല്ലാം കാണാനായിട്ട് ഞങ്ങൾ പോയിരുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഫ്രഷായിട്ട് സ്ട്രോബെറി കഴിക്കണം. എനിക്ക് എന്നാലും ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയായിരുന്നു. സൂര്യകാന്തി തോട്ടം കേട്ടോ പിന്നീട് കണ്ടത്. അതിൻ്റെ തൊട്ട് താഴെയായിരുന്നു, സ്ട്രോബെറി തോട്ടത്തിൻ്റെ തൊട്ട് താഴെ തന്നെയായിരുന്നു സൂര്യകാന്തി തോട്ടം. പക്ഷേ എനിക്കാണെങ്കിൽ എത്ര കണ്ടിട്ടും മതിയാവണില്ല. ഒരുപാട് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ. തോട്ടം കാണിക്കാൻ വന്ന ആ ചേച്ചി സ്ട്രോബെറി കൊണ്ടുണ്ടാക്കിയ ജാമും വൈനെല്ലാം ടേസ്റ്റ് ചെയ്യാൻ തരാം, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈനെല്ലാം ടേസ്റ്റ് നോക്കാൻ തന്നു. ജാം അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷേ വൈൻ കുറച്ച് മധുരം കുറവാണ്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങുകയും ചെയ്തു. 1 ലിറ്റർ വാങ്ങിച്ചു. Thank you.
അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹണി മ്യൂസിയം ഉണ്ടായിരുന്നു. അങ്ങോട്ടാണ് ഞങ്ങൾ നേരെ പോയത്. അതെന്തായാലും ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. പുതിയ അറിവും ലഭിച്ചു അവിടെ നിന്ന്. തേനീച്ചകൾ എങ്ങനെയാണ് തേൻ ശേഖരിക്കുന്നതെന്നും തേൻ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒരുപാട് വ്യത്യസ്ത തേനുകളുണ്ടെന്നും ഞങ്ങൾ അറിഞ്ഞത് അവിടെ നിന്നാണ് കേട്ടോ. പിന്നെ ബീ വാക്സ് എന്ന് പറഞ്ഞിട്ടൊരു തേനീച്ചയുടെ ഒരു ഉൽപ്പന്നം ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ തേന് വാങ്ങിച്ചു. അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ. ഇത്രയും തണുപ്പിൽ ഐസ്ക്രീം കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ദേ ഇവന്മാരാണ് അത്. എനിക്ക് ഐസ്ക്രീം വേണ്ട, നല്ല ചൂടുള്ള കോഫി മതി എന്ന് വന്നപ്പോൾ ചേട്ടനൊരു കോഫി വാങ്ങിച്ചത്. പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ദേ ഇവിടെ ഫോട്ടോ എടുക്കാം കേട്ടോ. നല്ല രസമായിരുന്നു. സന്ധ്യ ആയപ്പോൾ നിറച്ചും ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല അടിപൊളി വൈബായിരുന്നു. ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ അടുത്തായിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നീട് ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരിച്ചു പോയി.